ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ജിതിൻ വിജയ്. ഞാൻ ഇന്ന് നമ്മുടെ ചാനലിൽ കാണിക്കാൻ പോകുന്നത് AGV K1 ആണ്. ഓക്കെ, നമുക്കിപ്പോൾ നമ്മുടെ AGV K1ലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമല്ല, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതേപോലെ ഫേസ് കാണിച്ചും ഇതേപോലെ ഒരു സെറ്റപ്പൊന്നുമില്ല, വെറുതെ ഒരു ഇതിൽ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതേപോലെ വലിയ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ എന്താണെങ്കിലും സംസാരിക്കും. വലിയ സെറ്റപ്പായിട്ടൊന്നും അറിയില്ല, മച്ചാനുള്ള ലെവലിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ വെൽക്കം ബാക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് AGV K1ലേക്ക് പോകാം. ഞാൻ ഈ ഹെൽമെറ്റ് മേടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ആഴ്ച കിട്ടുന്നു. 2-3 ആഴ്ചയിൽ മച്ചാന്മാരെ പറയുവാണ് സാധനം സെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മളിത് വെക്കുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് നമ്മുടെ തലയിലൊക്കെ നല്ല പക്ക ഫിറ്റും കാര്യങ്ങളാണ്. അഴിഞ്ഞു പോകില്ല, ബെൽറ്റ് ഇട്ടെങ്കിലും അഴിഞ്ഞു പോകില്ല എന്നുള്ള ഒരു ഫീലിംഗ് കിട്ടും. കാരണം അത്രയും പക്ക ഫിറ്റാണ്. ഒരു 2 മാസത്തിനുള്ളിൽ എന്താണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകം നമ്മുടെ ഫേസുമായിട്ട് പക്ക ഫിറ്റാവും. ഓക്കെ, ആദ്യമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര കട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഭയങ്കര ടൈറ്റുള്ള ഒരു രീതിയിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഹെൽമെറ്റ് സെറ്റാണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ പക്ക സെറ്റാണ്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറയുന്നത്, ഇത് മാറ്റ് ബ്ലാക്ക് ആട്ടോ. ഇതിൻ്റെ സോളിഡ് ബ്ലാക്ക് ഉണ്ട്. സോളിഡ് ബ്ലാക്ക് വരുന്നത് 13,500 സ്റ്റാർട്ടിങ് ആണ്. പിന്നെ ഇപ്പോൾ വരുന്നത് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 14,500 രൂപയാണ്. സോളിഡ് ബ്ലാക്ക് അല്ല, മാറ്റ് ബ്ലാക്ക് ആണ്. മാറ്റ് ബ്ലാക്ക് എന്നിട്ട് പറഞ്ഞത് സോളിഡ് ബ്ലാക്ക്. പിന്നെ നമ്മുടെ AGVയുടെ ഹെൽമെറ്റ് വരുന്ന ഈ പെട്ടിക്കകത്താണ്. ഈ പെട്ടി ഞാൻ ഇവിടെ നോക്കണേ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വെച്ചാൽ. പിന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ നമ്മുടെ എയർ വെന്റും കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ടോപ്പിൽ 3 വരുന്നുണ്ട്, പിന്നെ താഴത്ത് 2 വരുന്നുണ്ട്. ടോപ്പിൽ നമ്മൾ ഇത് 3 ഓപ്പൺ ചെയ്യാൻ പറ്റും, വെറുതെ വെച്ചേക്കുന്നല്ല, ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ താഴത്തുള്ളതും ഓപ്പൺ ചെയ്യാൻ പറ്റും. താഴത്തുള്ളത് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളിലൂടെ വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. ഇത് ഉള്ളിലൊരു ചെറിയൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് എന്ന് പറയാൻ സ്ലൈഡ് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങനെ ഓപ്പൺ ആവും, ക്ലോസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ AGV K1ന്റെ സ്പോയിലറാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. AGV K1 സ്പോയിലർ മിക്കപ്പോഴും ബാക്കിയുള്ളവരാണെങ്കിൽ വേറെ ഹെൽമെറ്റിലാണെങ്കിൽ സ്പോയിലറൊക്കെ കയറ്റാൻ നോക്കും. പക്ഷെ ഇതിന് ശരിക്കും സ്പോയിലർ വന്നിരിക്കുന്ന കാരണം ഈ ഹെൽമെറ്റ് ഫുള്ളി എയറോഡൈനാമിക് ആണ്. അതുകൊണ്ട് സ്പോയിലറിന് നല്ല വില വരുന്നുണ്ട്. 5,000 രൂപയോളം മാർക്കറ്റിൽ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ എന്ത് പറയുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്നത് ഒരു 300 താഴെ പോകുന്ന വണ്ടികളൊക്കെ, സ്പീഡിൽ പോകുന്ന വണ്ടികളിലൊക്കെ വെച്ചാലും സാധനം പക്ക എന്താ പറയുക, നമ്മുടെ തലയിൽ ഇങ്ങനെ അണങ്ങില്ല. നമുക്ക് ഫീൽ ചെയ്യാറില്ല. വേറെ ഹെൽമെറ്റ് നോക്കുമ്പോൾ നമ്മുടെ കാറ്റൊക്കെ പിടിക്കുന്നത്, ബസ്സൊക്കെ സൈഡിൽ കൂടി പോകുമ്പോൾ ഒരടിപ്പ് വരാറില്ലേ, അതൊന്നും വരില്ല. പിന്നെ ഇതിൻ്റെ പാഡിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ പാഡിങ് പക്ക സെറ്റാണ്. പാഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ചെറുതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സെറ്റായിട്ട് ഇരിക്കുന്ന ഒരു പാഡിങ് ആണ് AGV തരുന്നത്. ഇത് നിങ്ങൾ പുതിയ ഹെൽമെറ്റ് മേടിക്കുമ്പോൾ നിങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. വേറെ കമ്പനിക്കാരൊക്കെ വന്ന് ചോദിക്കുവാണെങ്കിൽ കൊടുക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു 2-3 മാസത്തിനുള്ളിൽ ഈ ഹെൽമെറ്റ് നമ്മുടെ ഫേസിനോട് ഇണങ്ങി ചേരുന്ന ആ ഒരു ലെവലെത്തും. അപ്പോൾ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ അത് ഫുള്ളി അത് വലുതാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഇങ്ങനെ അനങ്ങാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഈ ഹെൽമെറ്റ് മാത്രമല്ല, ഏത് ഹെൽമെറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. വേറെ ആർക്കും കൊടുക്കാതിരിക്കുക. പിന്നെ നമ്മുടെ AGVയുടെ ബ്രാൻഡിങ് നോക്കുവാണെങ്കിൽ തന്നെ ഫ്രണ്ടിൽ ഒരെണ്ണം വരുന്നുണ്ട്. പിന്നെ പുറകിലാണ് AGVയുടെ ബ്രാൻഡിങ് ഒരെണ്ണം. ബാക്കിലും ഫ്രണ്ടിലും മാത്രമാണ് AGV K1 മാറ്റ് ബ്ലാക്കിൽ വരുന്നത്. നമ്മുടെ AGVയുടെ ഹെൽമെറ്റിൻ്റെ 1500 വെയിറ്റ് വരുന്നുണ്ട്, 1500ഉം. പിന്നെ നമ്മുടെ AGVയുടെ വൈസർ പറയുകയാണെങ്കിൽ, വൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈസർ ക്ലിയർ വൈസറാണ് AGV നമുക്കിവിടെ ഇറക്കുമ്പോൾ തന്നെ തരുന്നത്. AGV വൈസർ സിംഗിൾ വൈസർ ആയിട്ടാണ് വരുന്നത്. വേറെ ഒന്നുമല്ല, അത് ട്രാക്ക് യൂസ് ചെയ്യുന്ന ഒരു ഹെൽമെറ്റ് ആയതുകൊണ്ട് സിംഗിൾ വൈസറായിട്ട് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്, ഇങ്ങനെ പൊക്കണത് കേട്ടോ. ഓക്കെ, അതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ലെവലിൽ ഇത് പൊങ്ങി വയ്ക്കണം. അപ്പോൾ നമ്മൾ റണ്ണിങ്ങിൽ പോകുമ്പോൾ സ്മോക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതിൽ കൂടി എയർ കയറും. അപ്പോൾ അതുകൊണ്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. ഈ വൈസറിനൊരു പ്രത്യേകത ഉണ്ട്. വേറെ ഹെൽമെറ്റ് വെച്ച് നോക്കുമ്പോൾ വൈസർ 10 ഡിഗ്രി എക്സ്ട്രാ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 10 ഡിഗ്രി എക്സ്ട്രാ വ്യൂ തരുന്നതാണ് ഹെൽമെറ്റിൻ്റെ. വൈസർ അങ്ങനെ സ്ക്രാച്ച് ഒന്നും വീഴില്ലാത്തുള്ള രീതിയിലാണ് അവർ ഹെൽമെറ്റിൻ്റെ വൈസർ തന്നിരിക്കുന്നത്. അങ്ങനെ സ്ക്രാച്ച് ഒന്നും വീഴില്ല പെട്ടെന്ന്. ഇതിൻ്റെ വൈസറിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 4,000 രൂപയോളം വരും വൈസറിന് മാത്രം. പിന്നെ നമ്മുടെ ഹെൽമെറ്റിന്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് ഹെൽമെറ്റ് വെറുതെ വെച്ചിട്ട് വെറുതെ കെട്ടിന്റെ പണി കിട്ടും. ഇങ്ങനെ
ഉരുണ്ട് ചിലപ്പോൾ നിലത്ത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹെൽമെറ്റ് വെക്കുമ്പോൾ എവിടെയും നമ്മൾ പെട്ടെന്ന് വെച്ചിട്ട് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഹോൾഡ് ചെയ്യുക, വിടുക. ഇത്ര ഒന്ന് ഹോൾഡ് ചെയ്യട്ടെ, ജസ്റ്റ് ഹോൾഡ് ചെയ്യുക, വിടുക. ഓക്കെ. അപ്പോൾ AGV ഹെൽമെറ്റിൻ്റെ പിന്നെ എൻ്റെ ഒരു യൂസിൽ പറയുകയാണെങ്കിൽ AGVയുടെ ഹെൽമെറ്റ് പക്കയാണ്. പിന്നെ മഴയത്ത് രാവിലെയൊക്കെ പോകുമ്പോഴും രാത്രിയിൽ പോകുമ്പോഴും സ്മോക്ക് ഉള്ളിൽ വരുന്നുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. അതിനാണ് ഈ ബട്ടൺ കൊടുത്തേക്കുന്നത്. അത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ അടിയിലെ എയർ വെന്റ് ഓപ്പൺ ആക്കിയിട്ടാൽ മതി, വലിയ സീനൊന്നുമില്ല. സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ചെറിയ ഒന്ന് ഉതുക്കുമ്പോൾ തന്നെ സ്മോക്ക് വരാൻ തുടങ്ങും. ജസ്റ്റ് ഓപ്പൺ ചെയ്യാറുണ്ട്, വേറെ വഴികളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ലൈക്ക് എല്ലാം ഒന്ന് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ എങ്ങനെ ഉണ്ടാകുന്നൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ID കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പേഴ്സണൽ മെസ്സേജ് ഒക്കെ പറയണമെങ്കിൽ ഒന്ന് പറയാം. ഓക്കെ. അപ്പോൾ താങ്ക് യു.